വാർത്തകൾ തുടർന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീലിൽ വിധി പറയൽ മാറ്റി. കേസിൽ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു. കേസിൽ ആന്റണി രാജുവിനെതിരെ തെളിവുണ്ടോ എന്നും കൃത്രിമം കാണിച്ചത് ആന്റണി രാജു ആണോ എന്നും പറയാനാകുമോ എന്നും കോടതി ചോദിച്ചു. കേസിൽ നിർണായകമായ പലതും അന്വേഷിച്ചിട്ടില്ല. ആര്, എവിടെ വെച്ച്, എപ്പോൾ അട്ടിമറിച്ചു എന്നും സാഹചര്യ തെളിവ് മാത്രമല്ലേ ഉള്ളൂ എന്നും കോടതി ചോദിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആന്റണി രാജു അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്നാൽ കേസിൽ കൃത്രിമം നടത്തിയതിന് തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ളത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ താൽപര്യം മാത്രമാണെന്നും അതിനാൽ ശിക്ഷ മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം പരിഗണിക്കരുതെന്നും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. അതേസമയം കേസിൽ വ്യക്തത വരുത്തണമെന്നും ആന്റണി രാജുവാണ് കൃത്രിമം നടത്തിയതിൽ എന്താണ് തെളിവ് എന്നും കോടതി പ്രോസിക്യൂഷനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി എന്നതായിരുന്നു ആന്റണി രാജുവിനെതിരായ ഒരു കേസ്. ഈ ഒരു കേസിൽ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ ഒരു തടവ് ശിക്ഷ ിലാണ് ഇപ്പോൾ അപ്പീൽ കൊടുത്തിരുന്നത്. ഈ അപ്പീലിലാണ് വിധി പറയൽ മാറ്റിയിരിക്കുന്നത്. ഈ ഒരു അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. കേസിൽ നിർണായകമായ പലതും അന്വേഷിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ പരാമർശം. ആന്റണി രാജുവിനെതിരെ തെളിവുണ്ടോ എന്നും കൃത്രിമം കാണിച്ചത് ആന്റണി രാജു ആണോ എന്ന് പറയാനാകുമോ എന്നൊക്കെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ആര്, എവിടെ വെച്ച്, എപ്പോൾ അട്ടിമറിച്ചു എന്നും സാഹചര്യ തെളിവ് മാത്രമല്ലേ ഉള്ളൂ എന്നും ഒക്കെ കോടതി ചോദിച്ചിട്ടുണ്ട്. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിച്ച നെയ്യാറ്റിൻകര കോടതി വിധി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും കേസിൽ കൃത്രിമം നടത്തിയതിന് തെളിവുണ്ടെന്നൊക്കെയാണ് പ്രോസിക്യൂഷന്റെ വാദം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ളത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ താൽപര്യം മാത്രമാണെന്നും അതിനാൽ ശിക്ഷ മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം പരിഗണിക്കരുതെന്നും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലമൊക്കെ നൽകിയിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ വ്യക്തത വരുത്തണമെന്നും ആന്റണി രാജുവാണ് കൃത്രിമം നടത്തിയതിൽ എന്താണ് തെളിവെന്നും ഒക്കെയാണ് ഇപ്പോൾ കോടതി പ്രോസിക്യൂഷനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത്. ഇപ്പോഴിതാ അപ്പീലിൽ ഇപ്പോൾ വിധി പറയലൊക്കെ മാറ്റിയിട്ടുണ്ട്. തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് ഇപ്പോൾ മുൻമന്ത്രിയായ ആന്റണി രാജുവിന്റെ അപ്പീലിൽ ഇപ്പോൾ വിധി പറയൽ മാറ്റിയിരിക്കുന്നത്. കേസിൽ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു. എന്തായാലും കേസിൽ ആന്റണി രാജുവിനെതിരെ തെളിവുണ്ടോ എന്നും കൃത്രിമം കാണിച്ചത് ആന്റണി രാജു തന്നെയാണ് എന്ന് പറയാനാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സാവകാശം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. കൃത്രിമം കാണിച്ചത് ആന്റണി രാജു ആണോ എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ഇപ്പോഴും കോടതി ചോദിക്കുന്നത്. കേസിൽ നിർണായകമായ പലതും അന്വേഷിച്ചിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആര്, എവിടെ വെച്ച്, എപ്പോൾ അട്ടിമറിച്ചു എന്നും സാഹചര്യ തെളിവ് മാത്രമല്ലേ ഉള്ളൂ എന്നുമൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്നാൽ കേസിൽ കൃത്രിമം നടത്തിയതിന് തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ളത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ താൽപര്യമാണെന്നും അതുകൊണ്ട് തന്നെ ശിക്ഷ മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം പരിഗണിക്കരുതെന്നുമൊക്കെയാണ് സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ നൽകിയത്. എന്തായാലും ഈ ഒരു കേസിൽ വ്യക്തത വരുത്തണമെന്നും ആന്റണി രാജു ആണ് കൃത്രിമം നടത്തിയത് എന്നുള്ളത് തെളിയിക്കണമെന്നുമൊക്കെയാണ് പ്രോസിക്യൂഷനോട് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചത്. എന്തായാലും ഈ ഒരു കേസിലാണ് ഇപ്പോൾ അപ്പീലിൽ ഇപ്പോൾ വിധി പറയാൻ മാറ്റിയത്. അങ്കമാലിയിൽ വിദ്യാർത്ഥിനി കാർ ഇടിച്ചു മരിച്ച സംഭവത്തിൽ പ്രതി സിറിയക് പിടിയിൽ. വാഗമണിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പിടിയിലായത്. നേരത്തെ സിറിയൻ ജോർജിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി കാർ ഇടിച്ചു മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞ പ്രതിയായ സിറിയക്കിനെ പിടിച്ചിട്ടുണ്ട്. 5 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു വിമർശനമുണ്ടായിരുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തതിൽ. എന്തായാലും ഇപ്പോൾ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ?
പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അങ്കമാലിയിലെ വിദ്യാർത്ഥിയെ കാറിടിച്ച് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ അതിന് പ്രതിയായിട്ടുള്ള സിറിയക് ജോർജ് പിടിയിലായിട്ടുണ്ട്. വാഗമണ്ണിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരം, ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഗമണ്ണിലെ റിസോർട്ടിലേക്ക് പോയപ്പോഴാണ് ഈ പ്രതിയെ കണ്ടത്. പ്രതി പോലീസിനെ കണ്ടതും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. ഇനി വാഗമൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും അങ്കമാലി പോലീസ് സംഘം ഇവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്, വാഗമണിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അങ്കമാലി പോലീസിന് പ്രതിയെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സിറിയക് ജോർജിന്റെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിയായിട്ടുള്ള സിറിയക് ജോർജിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഫെബ്രുവരി 28-നാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ ഡൊമിനോസിലെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് 7:30 ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയെ, ആ കുട്ടിയെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഈ സിറിയക് ജോർജ് ഒരു ഡോക്ടറാണ്, പക്ഷെ പ്രാഥമികമായിട്ടുള്ള ഒരു ശുശ്രൂഷയും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വാഹനം നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ പ്രതി പിന്നീട് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം. അതിനുശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ജസ്ല മരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ജസ്ല ജോൺസൺ മരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. അതിനുശേഷം 3 പേർക്ക് അവയവം ദാനമടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പ്രതിയെ പിടികൂടാത്തതിന് ഫെബ്രുവരി 28-നുണ്ടായ വാഹനാപകടം, ഇത്രയും ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്ത സാഹചര്യം, അതിനെതിരെ പിന്നീട് വ്യാപകമായിട്ടുള്ള ഈ പ്രതിഷേധമടക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ ഈ പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനടക്കം തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്തുള്ള കോടതിയിലാണ്, കോട്ടയം സെഷൻസ് കോടതിയിലായിരുന്നു ഈ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെതിർത്തുകൊണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. വാഗമണ്ണിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിനെതിരെ കുട്ടിയുടെ കുടുംബം അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ടും തങ്ങളോട് വേണ്ട വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം ചോദിച്ചിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അലംഭാവപൂർണമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാകുന്നത്. പ്രതിയെ പിടികൂടാൻ ഇത്രയും ദിവസമായിട്ടും സാധിച്ചിട്ടില്ല തുടങ്ങിയ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്വേഷണ സംഘത്തിനെതിരെ കുടുംബം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ജസ്ല ജോൺസന്റെ കുടുംബം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതായത് ഈ പ്രതി സിറിയക് ജോർജ് ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ സിറിയക് ജോർജിനെ പിടികൂടാത്തത് തുടങ്ങിയ രീതിയിലുള്ള വിമർശനമടക്കം കുടുംബം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് പിന്നീട് പോലീസ് ഇപ്പോൾ അന്വേഷണം പിന്നീട് വ്യാപിപ്പിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിലവിൽ അന്വേഷണ സംഘത്തിന് ഒരു രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. അതായത് ഈ പ്രതിയായിട്ടുള്ള സിറിയക് ജോർജ്, അദ്ദേഹം ഈ വാഗമണ്ണിലുള്ള ഒരു റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വാഗമൺ പോലീസാണ് ഈ ഒരു സ്ഥലത്തെത്തുകയും ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പോലീസിനെ കണ്ട സാഹചര്യത്തിൽ സിറിയക് ജോർജ് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണ സംഘം പിന്നീട് പിടികൂടുകയായിരുന്നു. പിന്നീട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ അങ്കമാലി പോലീസ് സംഘം വാഗമണിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവിടെ നിന്നും അന്വേഷണ സംഘത്തിന് വാഗമൺ പോലീസിന് ഈ സിറിയക് ജോർജിനെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 6 ദിവസത്തിന് ശേഷം, ഈ മരണം സംഭവിച്ച 6 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതി നിലവിൽ പോലീസിന്റെ പിടിയിലാകുന്നത്. ശരി, വ്യക്തമാണ്. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി കാറിടിച്ച് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി സിറിയക് പിടിയിലായിരിക്കുന്നത്. 6 ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. വാഗമണിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സിറിയൻ ജോർജിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.
തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷ്ണം ചേർത്ത് വയറ്റിൽ തുന്നിക്കെട്ടിയെന്നാണ് പരാതി. മേനംകുളം സ്വദേശി ഷീബ പ്രമോദാണ് കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയയ്ക്കാണ് ഷീബ CSI ആശുപത്രിയിലെത്തിയത്. കഴിഞ്ഞ ഡിസംബർ 3 ശസ്ത്രക്രിയ നടത്തിയ ശേഷം ഡിസംബർ 12 ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. എന്നാൽ തുന്നിക്കെട്ടിയ ഭാഗത്തെ മുറിവ് ഉണങ്ങാതെ പഴുത്തതോടെ മറ്റൊരിടത്ത് ചികിത്സ തേടി. മുറിവിൽ നിന്നും നൂല് പുറത്തേക്ക് വന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും ഉള്ളതായി കണ്ടെത്തി. പിന്നീട് CSI മിഷൻ ആശുപത്രിയിൽ തന്നെ ശസ്ത്രക്രിയ നടത്തി ഇവ പുറത്തെടുക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ ആലോചനയിലാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തനിക്കെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളിലാണ് നിയമ നടപടി സ്വീകരിക്കുക. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ശശി പുറത്തുവിടട്ടെ എന്നും എന്നെ ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. പാർട്ടിയുടെ അന്തസ്സിനും അച്ചടക്കത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന ശക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നതെന്ന് സുരേഷ് ബാബു വ്യക്തമാക്കി. പാലക്കാട് നടന്ന പാർട്ടി യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ഈയൊരു സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ ആലോചനയിലാണെന്നാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്. തനിക്കെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളിലാണ് നിയമ നടപടി സ്വീകരിക്കുക. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ശശി പുറത്തുവിടട്ടെ എന്നും എന്നെ ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് അറിയാമെന്നൊക്കെയാണ് സുരേഷ് ബാബു പ്രതികരിച്ചത്. എന്തായാലും പാർട്ടിയുടെ അന്തസ്സിനും അച്ചടക്കത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് തന്നെ പാർട്ടി സ്വീകരിക്കുമെന്ന ശക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് നടന്ന പാർട്ടി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയത്. എന്തായാലും പാർട്ടി പുറത്താക്കിയ PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ ആലോചനയിലാണെന്നാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വ്യക്തമാക്കിയത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് അസർബൈജാൻ പ്രതിരോധ മന്ത്രാലയം. ആക്രമണത്തിന് ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നും ഖേദം പ്രകടിപ്പിക്കണമെന്നും അസർബൈജാൻ അറിയിച്ചു. എന്നാൽ അസർബൈജാനെ ആക്രമിച്ചിട്ടില്ലെന്നാണ് ഇറാൻ അറിയിച്ചത്. 2 ദീർഘദൂര ഡ്രോണുകളാണ് അസർബൈജാനിൽ പതിച്ചത്. നഖ്ചിവാൻ വിമാനത്താവളത്തിൽ ഡ്രോൺ പതിച്ച് 4 പേർക്കാണ് പരിക്കേറ്റത്.